നല്ല അടിപൊളി പയർ. നല്ല രസമുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് ഇപ്പോൾ കാരക്കുന്നാണ് അവിടെ ഉള്ള ഒരാളാണ് മിഞ്ഞാന്ന് ചീര ഒരു 8 ചീര ഉണ്ട്. ഇന്നലെ ഇപ്പോൾ അയാൾ വന്നുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ചോദിച്ചു അല്ല ഇത് ഡിസ്കൗണ്ട് ഉണ്ടതിന്. അടിപൊളി രസമല്ല പയറല്ലേ, നല്ല പച്ച പയറില്ലേ, നമ്മളെ പഴയ നാടൻ പയറില്ലേ, ആ കൈ കൊണ്ട് പൊട്ടിക്കണേ അല്ലേ, ആ പയറാണല്ലേ, ഹൈബ്രിഡ് ഒന്നും അല്ലല്ലേ. അയാൾക്ക് 2 കെട്ട് വേണം. ഇത് മണ്ണാർക്കാട് അവിടുന്ന് വിത്ത് കൊടുത്തയച്ചാലേ അയാളുണ്ടോ അറിയില്ല. അപ്പോൾ ഞാൻ കണ്ടീനി പയർ ചന്ദ്രൻ്റെ വീഡിയോയിൽ അയാൾക്ക് കിൻഡൽ കണക്കിന് പയറുണ്ടല്ലേ ഉണ്ടല്ലേ. നല്ല രസമല്ല, നല്ല ടേസ്റ്റാടാ പയർ, അടിപൊളി പയറാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മളെ പഴയ കാലത്ത് പൊട്ടിച്ചുണ്ടാക്കണേ ആൾക്കാരോട് പറയും പൊട്ടിച്ചുണ്ടാക്കണത് അരിയരുത് ഒരിക്കലും പയറ്. അരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് പോയി, കത്തി തട്ടിയാ പോയി, കത്തി തട്ടുമ്പോൾ കുരുവിന് പറ്റും. അപ്പൊ കുരു ചെറുതാകാണ്, അങ്ങനെ ടെക്നിക്ക് ഉണ്ടല്ലേ. ഇത് നാടൻ പയറാണ്, അരിയണ പയറല്ല. ഒരിക്കലും പയർ അരിയരുത്, അരിയുമ്പോഴേക്ക് ആ ടേസ്റ്റ് പോണ്. നമ്മളെ കൈ കൊണ്ട് പൊട്ടിച്ചുണ്ടാക്കണ രസം വേറെ തന്നെ. എന്നോട് ചൂടായ ഞാൻ പറഞ്ഞത് നാടൻ പയറാണ്, കൈയോട് പൊട്ടിക്കണം, നാടൻ പയർ കൈയോട് പൊട്ടിക്കണം. നമുക്ക് പറഞ്ഞു തരുമ്പോണ്ടല്ലോ കൈയോടെ പൊട്ടിച്ചാക്കുമ്പോ ആ കുരു പൊട്ടൂല. മറ്റേ നമ്മൾ അരിയുമ്പോ നൈസായിട്ട് കുരുക്കെ പൊട്ടിപ്പോവും. ഞാനുണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് അതിനൊക്കെ പിന്നെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാതെ. നല്ല നാടൻ പയർ, ഇത് വിത്ത് കെട്ടിത്തരായതാണ്. ഇത് ഞാനത് ഇന്നലെ വാങ്ങി കഴിച്ചിരിക്കണം, അതുകൊണ്ടപ്പോൾ ഇന്ന് വീടൊക്കെ വരുന്നത്. നല്ല ടേസ്റ്റിലെ പയറാ, അടിപൊളി പയറാട്ടോ, നല്ല പച്ച പയർ അല്ലേ. ഇവിടെ ഉദ്യോഗക്കാരും ഒക്കെ വാങ്ങൂലേ, ഉദ്യോഗക്കാരാണ് ആണല്ലേ. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോ വാങ്ങൂലേ, കേൾക്കാത്തതുള്ളൂ കേടുള്ളൂല്ലേ. ഒരു 4-5 ഉണ്ടാക്കി നേരമുണ്ടല്ലോ, ഇത് ശരിയാവും, ഒന്നും ശരിയാവില്ല. രണ്ടാമത് പിന്നെ കുറച്ചപ്പോൾ ആണെങ്കിൽ കുറച്ച് കിടക്കാം. വൈകുന്നേരം പറിക്കുക, വൈകുന്നേരം പറിക്കും. നല്ല അടിപൊളി നാടൻ പയർ. നിങ്ങളെ പേരെന്താ കേട്ടോ നിങ്ങൾ പറഞ്ഞത്? പേര് അയ്യപ്പനാണ്. അയ്യപ്പനാ. കൃഷി കൊറേ കാലായില്ലേ? നമ്മളെ കൃഷി കൊറേ കാലായില്ലേ നിങ്ങള്? 26 വയസ്സായില്ലേ? അന്ന് കാര്യമായിട്ട് കൃഷി പണി, നെല്ലും പണി, പച്ചക്കറി. ഇതിലിപ്പം ഇന്ന് പയറുണ്ട്, എന്നാലും കഴിഞ്ഞ വർഷം തീരെ പയർ. ഇത് പറയുക ഇപ്പോൾ നമ്മളിപ്പോൾ ദിവസം പകുതി പറിക്കുക, പകുതി ആദ്യം പറിക്കുക, അങ്ങനെ കുറച്ച് പറിക്കുക. അപ്പം 1.5 പറിക്കണല്ലോ കണക്കില്ലേ? 1.5 പറിക്കണം. പഴയ കാലത്തന്മാർക്ക് ഇതന്നെ ഇതിമ്മ തന്നെ എടുക്കൂല വിത്ത്. ഇതിന്റെ വലിയ പയറെടുത്ത് ഇതിന്റെ വിത്ത് തന്നെ എടുത്തിട്ട് ഇനി ഇതന്നെ കുഴിച്ചിടൂലേ? ഇപ്പൊ അങ്ങനെ ആരും ഉണ്ടാക്കണ പോലെ ഇല്ല. ഇപ്പൊ നേരെ വിത്ത് വാങ്ങുക നാട്ടിൽ, അത്രേ ഉള്ളൂ. വിത്ത് ഉണ്ടാക്കുന്ന പരിപാടി ആരും ഇല്ല. ഈ വലിയ പയർ എടുത്തിട്ട് വിത്താക്കൂലേ? ആ പഴയ സിസ്റ്റം. പക്ഷെ അതാ ടേസ്റ്റ് ഉണ്ട് ഈ പയർ, നല്ല അടിപൊളി ടേസ്റ്റാ. അല്ല കുരുവൊക്കെ കടിച്ചിട്ട് നല്ല ടേസ്റ്റാ. കുരു ആണല്ലേ പയറിന്, അപ്പോൾ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? എളുപ്പമുണ്ട്, പടപടാ പറിക്കല്ലേ. അവിടെയും ഇവിടെ ആവുമ്പോൾ ഇതല്ലേ. എന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ. കായ മുതിർച്ചാവണുള്ളത് എന്നെ. ചേമ്പ് കട്ടിയും കായലും ആൾക്കാർ കണ്ടത്തില് അതിനൊന്നും വയറ് വെച്ചിട്ട് അതില് മേലെ കണ്ടത്തില് ഞാൻ ലേശം മറ്റേ നാടൻ പയർ നമ്മൾ പയർ വെച്ചിട്ട് ഇലയൊന്നുമില്ല, പറ്റുണെങ്കിൽ എന്നാലും ഇപ്പോഴും വരുമ്പോൾ പെരിക്കുള്ള പയറുണ്ടല്ലേ. കുറച്ച് ഒരു 4 വരൊക്കെ ആയി കാണാം. ജയനാട പച്ചക്കറി ഉണ്ടാക്കിയാൽ വായച്ചിന്. അതന്നെ അല്ലേ. ചീരക്ക് വെയിലും ഇങ്ങനെ കൊള്ളണം, നല്ല വെയിൽ വേണമല്ലോ. നമ്മൾ നനച്ചുണ്ടാക്കുമ്പോൾ
ചീര ഇപ്പോൾ ഇന്നലെ